Classification of elements and periodicity in properties. Of elements and periodicity in properties. അതായത് നമ്മൾ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. പീരിയോഡിക് ടേബിളിന്റെ ക്ലാസിഫിക്കേഷൻ, എങ്ങനെ പീരിയോഡിക് ടേബിൾ എവിടെ നിന്ന് എങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ ആദ്യത്തെ പീരിയോഡിക് ടേബിൾ എന്തായിരുന്നു, ആരാണ് കണ്ടുപിടിച്ചത്, അതിന്റെ ഡ്രോബാക്സ് എന്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് ഒരു ഫെയിലിയർ ആയി പോയത്, അത് കഴിഞ്ഞ് പുതിയത് കണ്ടുപിടിച്ചു, അത് ഫെയിലിയർ ആയി, അതെന്തുകൊണ്ട്. നമ്മൾ ആറ്റോമിക് തിയറീസ് പഠിച്ചില്ലേ? ആറ്റോമിക് തിയറീസ് കണ്ടുപിടിച്ചതിനകത്ത് നമ്മൾ എന്താണ് ഡാൽട്ടൺ പറഞ്ഞു, ഡാൽട്ടന്റെ തിയറി തെറ്റാന്ന് പ്രൂവ് ചെയ്തു. പിന്നീട് എന്താ അടുത്ത ഡാൽട്ടൺ കഴിഞ്ഞിട്ട് തോംസൺ വന്നു, തോംസൺ കഴിഞ്ഞിട്ട് റുദർഫോർഡ് വന്നു, റുദർഫോർഡ് കഴിഞ്ഞിട്ട് ബോർ വന്നു, ബോർ കഴിഞ്ഞിട്ട് ഹൈസൻബർഗും ഷ്രോഡിംഗറും ഒക്കെ വന്നു അല്ലേ? ഇങ്ങനെയായിരുന്നു അതിന്റെ കൺസെപ്റ്റ് ആണോ? ഇവിടെ അതേപോലെ തന്നെ ഈ എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു പ്രശ്നമായിരുന്നു. കാരണം എന്താ, നമുക്കൊരു സാധനത്തിന് ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ മൊത്തം ആൾക്കാരെ ഒറ്റയടിക്ക് ഇരുത്തി പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോ അല്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മളെന്താ ചെയ്തത്? നമ്മൾ ഓരോ ക്ലാസ് ആക്കി, ഓരോ ക്ലാസ് പോയിട്ട് ആ ക്ലാസ്സിന് തന്നെ ഡിവിഷൻ. നിങ്ങളുടെ സ്കൂളിൽ 10ന് തന്നെ 7-8 ഡിവിഷൻ ഇല്ലേ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇപ്പൊ ഇത്തവണത്തെയോ ABCDEF 6 ഡിവിഷൻ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ ഡിവിഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ, നമുക്ക് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റി പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം കുറച്ച് എലമെന്റുകളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അന്നുണ്ടായിരുന്ന എലമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് അന്നുണ്ടായിരുന്ന സയന്റിസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തത് വന്നത്. പുതിയ എലമെന്റുകളെ കണ്ടുപിടിച്ചപ്പോൾ അവര് പറഞ്ഞ ഇന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, തെറ്റിപ്പോയി. മനസ്സിലായി? അങ്ങനെയാണ് പുതിയ ഇത് വന്നത്. അഡ്വാൻസ്മെന്റ് വന്നപ്പോൾ അതിന് വേരിയേഷൻസ് ഉണ്ടായി. ഓക്കെ. അപ്പൊ നമുക്ക് എഴുതാം. ആദ്യത്തേത് ഡോബർണിയസ് ലോ ഓഫ് ട്രയാഡ്സ് എന്ന് എഴുതിക്കും. ഡോബർണിയസ് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണേ. DOBERNER ആണ്. REINER. ഡോബർണിയസ് ലോ ഓഫ് ട്രയാഡ്സ്. അതില് എഴുതിക്കോ. In 1829 he arranged the known elements of at that time in the ascending order of atomic mass. Three elements group called as triad. പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. In a triad the property of the middle elements are the average of the other two. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഡോബർണിയർ എന്ന സയന്റിസ്റ്റ് ഒരു ട്രയാഡ് രൂപപ്പെടുത്തിയെടുത്തു. എന്താണെന്നറിയോ? എലമെന്റുകളെ പുള്ളി അതിന്റെ
ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പറിനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. എന്നിട്ട് 3 എലമെന്റ് ഉള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. അതിനെ ഡോബർണിയസ് ട്രയാഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒന്നാമത്തെയും മൂന്നാമത്തെയും എലമെന്റിന്റെ മാസ് നമ്പർ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ രണ്ടാമത്തെ എലമെന്റിന്റെ അറ്റോമിക് മാസ് കിട്ടും. അങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് പുള്ളി സെലക്ട് ചെയ്തത്. എന്താണ്? ആറ്റോമിക് മാസിനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു, 3 എലമെന്റിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, അതിൽ ഒന്നാമത്തെ മൂന്നാമത്തെ കൂട്ടി ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ രണ്ടാമത്തെ കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ 2-3 ട്രയഡ് പറഞ്ഞുതരാം. ഒന്ന് എക്സാമ്പിൾ ഒരു ട്രയഡ് എന്ന് പറയുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അടുത്തത് ലിഥിയത്തിന്റെ ഏകദേശം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ 6.9, സോഡിയത്തിന്റെ വരുമ്പോൾ 23, പൊട്ടാസ്യത്തിന്റെ വരുമ്പോഴത്തേക്കും നമുക്ക് 39.1. അതേപോലെ തന്നെ കാൽസ്യത്തിന്റെ വരുമ്പോൾ Ca, അടുത്തത് Sr, അടുത്തത് Ba. അപ്പൊ ഇവിടെ എന്താണ് 40. അതായത് ഓർക്കുന്നുണ്ട് കേട്ടോ, ഇത് എക്സാമ്പിൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി, മാസ് നമ്പർ ഒന്നും ഓർക്കണ്ട. ഞാനങ്ങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തരികയാണ്. രണ്ടാമത്തേത് 87.6, മൂന്നാമത്തെ ബേരിയത്തിന് 137.3. ഇനി ഒരു ട്രയാഡും കൂടെ ഞാൻ തരാം എക്സാമ്പിൾ. ക്ലോറിന്, ബ്രോമിന്, അയഡിന്. ക്ലോറിൻ്റെത് 35.5, ബ്രോമിൻ്റെത് 79.9, എന്താണ് അയഡിൻ്റെത് 126.9. നിങ്ങൾ നോക്കിയാൽ മതി, ഒന്നാമത്തെ മൂന്നാമത്തെ എലമെന്റ് പ്ലസ് ചെയ്ത് അതിന്റെ മാസ് നമ്പർ പ്ലസ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ഏകദേശം ഇത് തന്നെ കിട്ടും. നോക്കി, 39ഉം 6 എത്ര? 45. 45.9 45.0 46 വരും. 46 ഡിവൈഡ് ബൈ 2 എത്ര? 23. കണ്ടോ, നടുക്കത്തെ 1ഉം 3ഉം കൂടെ കൂട്ടി ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 2 കിട്ടും. ഇതും 40ഉം 137ഉം കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 187 സംതിങ് കിട്ടും. അതേപോലെ ഇതും കൂടെ കൂട്ടി ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ആര് ക്ലാസിഫൈ ചെയ്തത് എലമെന്റുകളെ? ഡോബർണിയർ. പക്ഷെ ഡോബർണിയറിന്റെ സമയത്ത് 10 താഴെ എലമെന്റുകളെ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു. 10, 20 ആ ഒരു റേഞ്ച്, 10 മുതൽ 20 വരെ റേഞ്ചിൽ എലമെന്റുകളെ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു. എന്താ, അത്ര എലമെന്റുകളെ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു 10. അത് ഓർഡറിലൊന്നും അല്ല. ഇപ്പൊ 10, 20 എലമെന്റുകളെ കണ്ടുപിടിച്ചെന്ന് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ അങ്ങനെയല്ല. ചിലപ്പോൾ ബേരിയം അതിനകത്തുണ്ട്. ബേരിയം ഉണ്ടായിരുന്നോണ്ടാണല്ലോ അതിനകത്ത് ബേരിയം വന്നത്. അപ്പൊ 137 മാസ് നമ്പർ ഉള്ള ഒരു എലമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 20 താഴെ എലമെന്റുകൾ മാത്രമേ അന്ന് കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി ഈ ക്ലാസിഫിക്കേഷൻ വന്നത്. പക്ഷെ ഇങ്ങനെയാണോ നമ്മളിപ്പോൾ പീരിയോഡിക് ടേബിളിൽ എലമെന്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അല്ല, അത് തെറ്റാണ്. ഓക്കെ, അടുത്തത് എഴുതിക്കോ. എക്സാമ്പിൾ എഴുതിയല്ലോ. അടുത്തത് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ്. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡ് ലോ ഓഫ് In 1865, Newland arranged all the known elements of that time in the ascending order of atomic mass. Properties of eighth element are the simple repetition. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, properties of every eighth element resembles every first element like the eighth note in an octave in music. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒന്നാമത്തെ, അതായത് ഇപ്പൊ കുറെ എലമെന്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒന്നാമത്തെയും എട്ടാമത്തെ എലമെന്റും തമ്മിൽ പ്രോപ്പർട്ടീസ് സിമിലാരിറ്റി കാണിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കഴിഞ്ഞ് എട്ടാമത്തെ കഴിഞ്ഞ് 16ാമത്തെ കഴിഞ്ഞ് അടുത്തത് എത്ര 24ാമത്തെ കഴിഞ്ഞ് 32ാമത്തെ 2 കഴിഞ്ഞാൽ പിന്നെ ആ 2 9ഉമായിട്ട് പിന്നെ
എന്താണ് 8 വരെ 9 കഴിഞ്ഞ് 9ഉം 8ഉം 17ആമത്തേത്, 17ഉം 8ഉം 25ആമത്തേത്, 25ഉം 33ആമത്തേത്. 3 ആണെങ്കിൽ സിമിലാരിറ്റി കാണിക്കുന്നത് 10ആമത്തേതുമായിട്ട്, 18ആമത്തേതുമായിട്ട്, അങ്ങനെ മനസ്സിലായോ? അപ്പം അത് നമ്മുടെ മ്യൂസിക് ഒക്ടേവ് ഇല്ലേ, അതായത് സ രി ഗ മ പ ദ നി 7 കഴിഞ്ഞിട്ട് വീണ്ടും സ തന്നെ തുടങ്ങുക. സ രി ഗ മ പ ദ നി സ, കണ്ടോ? അപ്പം 8ആമത്തേത് വീണ്ടും സ തന്നെ ആയതുകൊണ്ട് കണ്ടോ, അങ്ങനെയാണ് എലമെന്റുകളെ പുള്ളി അറേഞ്ച് ചെയ്തത്. പക്ഷെ പുള്ളിയുടെ കണ്ടുപിടുത്ത സമയത്തും ഏകദേശം ഒരു 20-25 എലമെന്റുകളെ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു. അപ്പൊ പുള്ളി അറേഞ്ച് ചെയ്തിരിക്കുന്ന എലമെന്റുകളുടെ ഇത് 1-ാമത്തെ 8-ാമത്തെയും സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി വിചാരിച്ചു അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ പുള്ളി ആ ഒരു രീതിയാണ് വന്നത്. പക്ഷെ അത് തെറ്റാണ്. കൂടുതൽ ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ കൂടുതൽ മാസ് നമ്പർ ഉള്ള എലമെന്റുകളെ കണ്ടുപിടിച്ച സമയത്ത് എന്ത് ചെയ്തു? ആ 8-ാമത്തെ എവരി 8th എലമെന്റും സിമിലർ പ്രോപ്പർട്ടി കാണിക്കാതെ വന്നു. അപ്പൊ പുള്ളിയുടെ തെറ്റായി. മനസ്സിലായോ? ഓക്കെ. അപ്പം എന്നിട്ട് ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ദിസ് ലോ ഈസ് നോൺ ആസ് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്. ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്. ഞാൻ അത് എക്സാമ്പിൾ ഒന്നും എഴുതുന്നില്ല. അടുത്തത് ഈ എന്താണ്, ചാൻ ഹോർട്ടിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അടുത്തൊരു പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്തത്. അതൊന്നും വേണ്ട, പഠിക്കാൻ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. പിന്നെ ലോദർ മേയർ എന്ന് പറഞ്ഞൊരു പുള്ളി കൊണ്ടുവന്നു, പുള്ളിയുടെ ക്ലാസിഫിക്കേഷൻ വന്നു, അതും പഠിക്കേണ്ട. പിന്നെ മെന്റലീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് മെന്റലീവ് ആണ്. മെന്റലീവും മോഡേൺ പീരിയോഡിക് ടേബിളും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഇത് എഴുതിയിട്ട് പെട്ടെന്ന് എഴുതിക്കും മെന്റലീവ്. ഓക്കെ, അടുത്ത എഴുതിക്കോ മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. Mendeleev's periodic table. In 1869, a Russian chemist Mendeleev arranged the known elements of that time in the ascending order. എല്ലാവരും ഇതുവരെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം മാസ് നമ്പറിന്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടാണ് അവരുടെ പരിപാടികളെല്ലാം ചെയ്തിരിക്കുന്നത്. മാസ് നമ്പർ, അതായത് അറ്റോമിക് മാസ് നമ്പർ. പക്ഷെ അത് തെറ്റാണ്. നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ അറ്റോമിക് നമ്പറിൽ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മാസ് നമ്പറിന്റെ രീതിയിൽ എഴുതിയോണ്ട് അതെല്ലാം തെറ്റിപ്പോയത്. മനസ്സിലായോ? അപ്പം എലമെന്റ് at that time in the ascending order of atomic mass. മോഡേൺ പീരിയോഡ് മെന്റലീവ്സ് പീരിയോഡിക് ലോ ഉണ്ട്. ലോയുടെ സ്റ്റേറ്റ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മെന്റലീവ്സ് പീരിയോഡിക് ലോ. മെന്റലീവ്സ് പീരിയോഡിക് ലോ, അത് സ്റ്റേറ്റ്മെന്റ് പഠിച്ചോണം. The physical
and chemical properties of the elements എന്തുവാ arranged the known elements of that type elements ആണ് elements ഞാൻ അതിന്റെ ഷോർട്ട് ഇതായിട്ടിരിക്കുന്ന elements മൊത്തം എഴുതണം elements of that type അപ്പോൾ മെന്റലീസ് ലോ പറയുന്നത് physical and chemical properties of elements are periodic functions of their atomic mass അവർ പറയുന്നത് ഓരോ എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും എന്താണ് അറ്റോമിക് മാസിനനുസരിച്ചാണ് പീരിയോഡിസിറ്റി കാണിക്കുന്നത്. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ പീരിയോഡിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചോളൂ. പീരിയോഡിക് മോഷൻ ഒരു ഫിക്സഡ് ടൈം ഇന്റർവെൽ ഇടവിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് പീരിയോഡിക്. ഈ പ്രോപ്പർട്ടി അങ്ങനെ തന്നെയല്ലേ. നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളെല്ലാം ഒന്ന് ലിഥിയം, ഒന്ന് ഹൈഡ്രജൻ, പിന്നെ ലിഥിയം കഴിഞ്ഞിട്ട് സോഡിയം, പൊട്ടാസ്യം, ഇവരുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എല്ലാം വണ്ണ സിമിലർ പ്രോപ്പർട്ടി അല്ലേ. ഇവരെല്ലാം ആൽക്കലി മെറ്റൽസ് എന്നല്ലേ പറയാം. പ്രോപ്പർട്ടി സെയിം അല്ലേ ഇല്ലേ. അപ്പൊ അങ്ങനെ ഓരോ ഇത്രയും ഡിസ്റ്റൻസ് ഇടവിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ല, ഇവർ മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും മാസ് നമ്പർ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യുമ്പോൾ പീരിയോഡിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. പീരിയോഡിക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ, മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തെഴുതുമ്പോൾ ഒരു ഫിക്സഡ് എലമെന്റ് ഇടവിട്ട് ഓരോ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ അതാണ് ഇത് പഠിച്ചോണം. ഇത് ലോ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിന്റെ മെറിറ്റ് എഴുതാം. മെറിറ്റ് ഓഫ് മെന്റലീവ് പീരിയോഡിക് ടേബിൾ മെറിറ്റ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. മെന്റലീവ് പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്, അതായത് അന്ന് എല്ലാവരും ഈ കുഞ്ഞു പീരിയോഡിക് ടേബിൾ ആയിരുന്നു ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെയുള്ള ഇല്ലേ. ഞാൻ പറഞ്ഞു, അതായത് ആദ്യം ട്രയാഡ് ആകെ 3-4 ഉള്ളായിരുന്നു. പിന്നെന്താ മറ്റേ ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ്, പിന്നെ ചാൻ ഹോർട്ടീസിന്റെ അത്, പിന്നെ അതേപോലെ തന്നെ ലോത്തർ മേയർ. അപ്പം ഇവരുടെ എല്ലാം പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞതായിരുന്നു. ഏറ്റവും ഒരു ഇച്ചിരി വലിയ രീതിയിൽ ഒരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിന്റെ ഫസ്റ്റ് കൺസെപ്റ്റ് നൽകിയത് മെന്റലീവ്. ഓക്കെ ആണല്ലോ. അപ്പം അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. Mendeleev periodic table contain Mendeleev periodic table contains horizontal rows called periods and vertical columns called groups. അത് നമ്മുടെ ഇതിനകത്ത് തന്നെ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിളിനകത്തും അതുപോലെ തന്നെ പീരീഡും ഗ്രൂപ്പുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ മോഡേൺ പീരിയോഡിക് ടേബിളിനുള്ള ഇത്രയും ഗ്രൂപ്പുകൾ ഇല്ലായിരുന്നു, വളരെ കുറച്ച് ഗ്രൂപ്പുകളെ ഉള്ളായിരുന്നു. ഇനി എലമെന്റ്സ് വിത്ത് similar properties are placed in the same group. അത് മോഡേൺ പീരിയോഡിക് ടേബിളും അങ്ങനെ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ ഒറ്റ ഗ്രൂപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒന്നാമത്തെ ആൽക്കലി മെറ്റൽ, രണ്ടാമത്തെ ആൽക്കലി എർത്ത് മെറ്റൽ, എന്താണ് മൂന്നാമത്തെ പീരീഡ് മുതൽ 12ാമത്തെ പീരീഡ് വരെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. 13ാമത്തെ പീരീഡിൽ എന്താണ് മറ്റേ ഹാലജൻസ്, അഥവാ ചാൽക്കോജൻസ്, അങ്ങനെ കുറെ പേരുണ്ട് അല്ലേ. ഇനർട്ട് ഗ്യാസ്, പിന്നെ ഹാലജൻസ്,
പിന്നെന്താ ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഇതെല്ലാം കഴിഞ്ഞ ഹാലജൻസ്. ശരിയല്ലേ? അങ്ങനെയുള്ള കുറെ 13 ഹാലജൻസ് അല്ല കേട്ടോ, 13 എന്ന് പറയുമ്പോഴത്തേക്കും ബോറോൺ ഫാമിലി, പിന്നെ നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ കുറെ, പിന്നെ ഹാലജൻ, പിന്നെ ഇനേർട്ട് ഗ്യാസ്. പിന്നെ അദ്ദേഹം he corrected the wrong atomic weights of some elements and placed them in correct position. അത് എന്താണെന്നറിയോ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം, അത് എഴുതണ്ട. ബെർലിയത്തിന്റെ മാസ് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് മാസ് നമ്പർ 14.09 എന്നായിരുന്നു. പക്ഷേ അതിന്റെ വാല്യൂ, കറക്റ്റ് വാല്യൂ എന്താ? കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം ഇത് എർലിയർ വാല്യൂ അല്ലേ? ഇപ്പോഴത്തെ കറക്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ബെർലിയത്തിൻ്റെത് 9.4 ആണ്. ഇത് കറക്റ്റഡ് ആണ്, ഇത് പുള്ളിയാണ് ചെയ്തത്. പതിനാല് വരുന്നെങ്കിൽ ബോറോൺ കഴിഞ്ഞിട്ടായിരുന്നു വന്നോണ്ടിരുന്നത് മാസ് നമ്പർ അനുസരിച്ച്. അപ്പം എന്താണ് ഇത് റെഡി ആക്കിയപ്പോൾ നേരെ തന്നെ കൊണ്ടുവച്ചു. മോഡേൺ പീരിയോഡിക് ടേബിളിലും ബെർലിയം കഴിഞ്ഞല്ലേ ബോറോൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ. മനസ്സിലായോ? പക്ഷെ ഇത് മറ്റേ കോയിൻസിഡൻസാ, ഇത് ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തതല്ല. പുള്ളി മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തപ്പോൾ യാദൃശികമായിട്ട് അങ്ങനെ വന്നു. മനസ്സിലായോ? പക്ഷെ അത് കറക്റ്റ് ചെയ്തത് ഇതായിരുന്നു, അതായത് മാസ് നമ്പർ കൃത്യം 14.9 നിന്ന് 9.4 ആക്കിയത് കറക്റ്റ് ആയിരുന്നു. അത് പുള്ളി കണ്ടു, കുറെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. പിന്നെ ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റുകളുടെ പ്രോപ്പർട്ടിയും അതിന്റെ അല്ല, അത് നേരത്തെ പുള്ളി പ്രെഡിക്റ്റ് ചെയ്തു. എന്നിട്ട് അതിനു വേണ്ടി ഒരു സ്പേസ് അയാളുടെ പീരിയോഡിക് ടേബിൾ. അതായത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലെ സിലിക്കണും ഗാലിയവും അതേപോലെ തന്നെ ജെർമേനിയം, സിലിക്കണും ജെർമേനിയം, അതായത് പുള്ളി അന്ന് അതിനെ ഏക സിലിക്കണെന്നും ഏക ജെർമേനിയം എന്നും ഒക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് പഠിക്കാം, അത് നോക്കാം നമുക്ക്. അപ്പം ഇത് എഴുതിക്കോ, അടുത്ത ഡോട്ട് എഴുതിക്കോ. he left vacant space, vacant places for undiscovered elements and predicted some of their properties. He left gap under aluminum and a gap under silicon and called this element eka aluminum and ega silicon. ഈ സിലിക്കണിന്റെ താഴെ വരുന്ന ആരാ? സിലിക്കണിന്റെ താഴെ ജെർമേനിയം, അലൂമിനിയത്തിന്റെ താഴെ ഗാലിയവുമാണ്. അത് ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റ്സ് ആയിരുന്നു. അത് പുള്ളി അന്ന് ഗാലിയം എന്നൊന്നും പേര് കൊടുക്കാതെ ഏക അലൂമിനിയം എന്ന് പേര് കൊടുത്തു. അലൂമിനിയത്തിന്റെ താഴെ ആയതുകൊണ്ട് ഏക അലൂമിനിയം എന്ന് കൊടുത്തു. സിലിക്കണിന്റെ താഴെ ആയതുകൊണ്ട് ഏക സിലിക്കൺ എന്ന് പുള്ളി എന്ത് ചെയ്തു? നെയിം കൊടുത്തു. ഏക അലൂമിനിയം ഭാവിയിലെ ഗാലിയവും, ഏക സിലിക്കൺ ഭാവിയിലെ ഭാവിയിലെ സിലിക്കൺ അല്ല, ഭാവിയിലെ ജെർമേനിയം. ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിലെ ജെർമേനിയം. അലൂമിനിയത്തിന്റെ താഴെയും അതേപോലെ സിലിക്കണിന്റെ താഴെയും പുള്ളി സ്പേസ് ഇട്ടു. അവിടെയാണ് ഭാവി കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റ്സ് വരുമെന്ന് പുള്ളി പ്രെഡിക്റ്റ് ചെയ്തത്. അത് കൃത്യം പ്രെഡിക്റ്റ് ചെയ്താൽ കൃത്യം വന്നു. പുള്ളി പ്രെഡിക്റ്റ് ചെയ്ത പ്രോപ്പർട്ടി തന്നെയായിരുന്നു അതിന്. പക്ഷെ അതിപ്പം നമ്മൾ വിളിക്കുന്നത് അതിനെ ഗാലിയം ഒന്നും ജെർമേനിയം എന്നാണ് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ കാര്യം, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിന് ഡീമെറിറ്റ്സ് ഉണ്ട്. രണ്ട് അതായത് ഇതിന്റെ താഴെ 2 സ്പേസ്, ഈ പറഞ്ഞ എലമെന്റുകളുടെ താഴെ 2 സ്പേസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര കാര്യമല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി.
ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയത്ത് ഭാവി കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള 2 എലമെന്റുകളുടെ സ്പേസ് വിട്ടിട്ട് അതിന് പേരും കൊടുത്തു, അതിന്റെ പ്രോപ്പർട്ടിയും പ്രെഡിക്റ്റ് ചെയ്തു, ഇന്ന പ്രോപ്പർട്ടി ഉള്ള എലമെന്റ് അവിടെ വരുന്നതെന്നുള്ളത്. അതൊക്കെ കറക്റ്റാ. പക്ഷെ അതെല്ലാം കോയിൻസിഡൻസ് ആയിരുന്നു. കാരണം അറിയോ, അത് ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയാലും അവിടെ അങ്ങനെ വരുള്ളൂ. അതുകൊണ്ടാണ് പുള്ളിയുടെ ഇത് കറക്റ്റ് ആയത്. അടുത്ത ഡിമെറിറ്റ്സ് എഴുതണം. ഈ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ചോദിക്കാറുണ്ട്. ഡിമെറിറ്റ് ആ കൂടുതലും ചോദിക്കാറ്. അതിനകത്ത് ഫുൾ തിയറിയാണ്. നിങ്ങൾ ഇത് ഇച്ചിരി വളരെ നല്ല ഇച്ചിരി ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കാരണം ഈ തിയറി എഴുതി നിങ്ങൾ ഏകദേശം ഒരു വശക്കേടാവും. പക്ഷെ ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് കുറച്ചുകൂടെ ഒക്കെ ഇൻട്രസ്റ്റിംഗ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ പീരിയഡ് എന്താണ് ഇവിടെ ഒന്നും അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഒരു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. താഴോട്ട് വരുമ്പോൾ ആറ്റോമിക് നമ്പറിന് എന്ത് സംഭവിക്കുന്നു, സൈഡിലോട്ട് പോകുമ്പോൾ ആറ്റോമിക് നമ്പറിന് എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നു, എൻതാൽപ്പി ഓഫ് മറ്റേ എന്താണ് അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നു പീരിയോഡിക് ടേബിളിൽ. ഇനി അതിന് നോർമൽ പീരിയോഡിക് ടേബിളിൽ നിന്നും വ്യത്യസ്തത കാണിക്കുന്ന കുറച്ച് എലമെന്റുകളുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ റീസണിങ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ചോദിക്കുന്നത്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. കേരളയ്ക്ക് 6 മാർക്ക്, CBSEക്ക് 6 മാർക്ക്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഡിമെറിറ്റ്സ് എഴുതിക്കോ. Demerits of mentally periodic table. And ഒന്നാമത്തേത് elements with dissimilar property. Dissimilar properties are found in same group. പുള്ളി പറഞ്ഞ എന്താ, സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരെല്ലാം ഒരേ ഗ്രൂപ്പിൽ പിടിച്ചിട്ടെന്നല്ലേ. ഭാവി കണ്ടുപിടുത്തം വന്നപ്പോഴത്തേക്കും ആ പുള്ളി സെയിം ഗ്രൂപ്പിൽ പിടിച്ചിട്ട ആൾക്കാർക്ക് പ്രോപ്പർട്ടീസ് ഡിസിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതൊരു ഫെയിലിയർ ആയി. ഇനിയും ഹൈഡ്രജൻ ഒരു കൃത്യമായിട്ടുള്ള പൊസിഷൻ കൊടുക്കാൻ പറ്റില്ല പുള്ളി. നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിലും ഒരു പ്രശ്നമുണ്ട്. എന്താ, ഹൈഡ്രജൻ എവിടെ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റില് നിങ്ങൾ ഓർത്തോണം, അവിടെ ഒരു സ്പേസ് ഉണ്ട്. ശരിക്കുള്ള പീരിയോഡിക് ടേബിൾ നിങ്ങൾ ടെക്സ്റ്റിനകത്തൊക്കെ ഇത് ജോയിൻ ചെയ്താണ് വരച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് ഹീലിയം, അടുത്ത ലിഥിയവുമായിട്ട് ഹൈഡ്രജൻ ഒരു സ്പേസ് ഉണ്ട്. കാരണം എന്താ, ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഒന്ന് ഹൈഡ്രജൻ മെറ്റൽ അല്ല, രണ്ട് ഹൈഡ്രജന്റെ വാലൻസി +1 കൊണ്ട് മാത്രമാണ് ഇവരെ ഫസ്റ്റ് ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ ഒരു ആൽക്കലി എന്താണ് മെറ്റൽ ഒന്നുമല്ല. കാരണം ഹൈഡ്രജൻ നോൺ മെറ്റൽ പ്യുവർലി. അപ്പം ഇതിനെ എവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ഇതിനെ എവിടെ കൊടുക്കും? ഹൈഡ്രജൻ വേറെ എവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ചില പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ ഏറ്റവും ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ തന്നെ ഇവിടെ കൊടുക്കാതെ അല്ല, ഈ മുകളിലെന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആ ഹെഡിങ്ങിന്റെ താഴെയായിട്ട് കൊണ്ട് എവിടെയും കൊടുക്കും. എന്നിട്ട് പിന്നെ ഇവിടെ ഇല്ല, ഇവിടെ ലിഥിയം തൊട്ട് അടങ്ങുന്നത്, ഇവിടെ ഹീലിയം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ലിഥിയം, ബെർലിയം, ബോറോൺ അങ്ങനെ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൈഡ്രജന് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ കൊടുക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒന്നാമത്തെ കാരണം. അത് എന്തുകൊണ്ട്, ഒറ്റ കാരണം കൊണ്ട് എന്താണ് പോസിറ്റീവ് വാലൻസി +1 കാണിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒട്ടിച്ചല്ല കൊടുത്തിരിക്കുന്നത്, ഇച്ചിരി മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്പേസ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒട്ടിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും റിയൽ പീരിയോഡിക് ടേബിളിനകത്ത് ആ ലിഥിയവും ഹൈഡ്രജനും തമ്മിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. മനസ്സിലായി? ഇനി വേറെ എന്താണ് പഴയ പീരിയോഡിക് ടേബിളിനകത്തൊക്കെ ആ ലിഥിയത്തിന്റെ മുകളിലും അല്ല ഹൈഡ്രജനെ കൊടുത്തിരിക്കുന്നത്, മുകളിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചുമ്മാ ഒരു കളം വരച്ചിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോക്കാം.
അത് പ്രശ്നമല്ല കേട്ടോ, അത് ഹൈഡ്രജൻ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു ഓപ്ഷൻ അതിനകത്തില്ല. അത് ഫെയിലിയർ ഒന്നുമല്ല. ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തോ മോഡേൺ പീരിയോഡിക് ടേബിൾ തന്നെ ഫോളോ ചെയ്യുന്നത് അല്ലേ. എഴുതിക്കോളൂ, അടുത്ത് എഴുതിക്കോളൂ. he could not give an exact position for hydrogen. അടുത്തത് he could not give exact position for lanthanoids and actinoids. അടുത്തത് did not strictly obey the increasing order of atomic weight. എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ മോഡേൺ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ഇവിടെ നോക്കിക്കോണേ, മോഡേൺ പീരിയോഡിക് ടേബിൾ ഷെയർ ചെയ്ത് കാണിക്കാം. അല്ല, മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ല, മെന്റലീസ്. നോക്കി, ഇത് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആറ്റോമിക് നമ്പറിന് ഇൻക്രീസിങ് ഓർഡറിലാണെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. നോക്കി, ഈ കൊബാൾട്ട് 58.9 ആണ്, അത് കഴിഞ്ഞിട്ട് വന്ന നിക്കലിന് 58.7 ഉള്ളൂ. പക്ഷെ ഇതെങ്ങനെയായിരുന്നു വരേണ്ടത്? അതായത് നിക്കൽ ആദ്യം വന്നിട്ട് കൊബാൾട്ട് അവിടെ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല പ്രോപ്പർട്ടീസും കൊബാൾട്ടിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പിടിച്ചിട്ടത്. അപ്പൊ സ്ട്രിക്ട്ലി എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസിങ് ഓർഡർ ആയിരുന്നതിന് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല. അതേപോലെ ഇവിടെ നോക്കി, ഇവിടെ 194 ആണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ എത്ര? 192 വന്നു. മനസ്സിലായി? അത് ഇൻക്രീസിങ് ആയിരുന്നല്ലോ വരേണ്ടത്. അപ്പൊ അവിടെ ഒരു മിസ്മാച്ച്. അങ്ങനെ പല മിസ്മാച്ചും മാസ് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിന്റെ രീതിയിൽ എഴുതിയപ്പോൾ പുള്ളിക്ക് വന്നു. പക്ഷെ പുള്ളി എന്ത് ചെയ്തു? അതിനൊന്ന് മൈൻഡ് ചെയ്യാതെ അവിടെ കൊടുത്തു. അതിന് മൈൻഡ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരേ ഗ്രൂപ്പ് വരുന്നവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടി ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അത് തെറ്റിപ്പോകും. മനസ്സിലായി? അതുകൊണ്ട് പുള്ളി അങ്ങനെ, അപ്പൊ പുള്ളിക്ക് അന്നുണ്ടായിരുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വെച്ചിട്ടാണ് പുള്ളി കണ്ടുപിടിച്ചത്. പുള്ളി ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. എന്ത് ചെയ്താൽ മതിയായിരുന്നു? മാസ് നമ്പർ മാറ്റി അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി കണ്ടുപിടിച്ചെങ്കിൽ, ഈ ഹെൻറി മോസ്ലി കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പുള്ളി ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. പക്ഷെ മാസ് നമ്പറിന്റെ രീതി അറേഞ്ച് ചെയ്യുമ്പോഴും പല പ്രോപ്പർട്ടീസും ആറ്റോമിക് നമ്പർ പോലെ അറേഞ്ച് ചെയ്യുന്ന രീതി വരും. അത് കോയിൻസിഡൻസ് ആണ്, ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ വരും. കാരണം മാസ് നമ്പറും ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മാസ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നില്ലേ? അപ്പം ഏകദേശം പല പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, പല എലമെന്റുകളും ഈ ആറ്റോമിക് നമ്പർ അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ വരും എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം സ്പേസ് ഇട്ടു നോക്കി. ഇവിടെ സിലിക്കന്റെ താഴെ ഒരു സ്പേസ്, അതേപോലെ അലൂമിനിയത്തിന്റെ താഴെ സ്പേസ് കണ്ടോ, ഇവിടെ സ്പേസ്. ഇവിടെയൊക്കെ വരാൻ പോകുന്ന എലമെന്റുകളൊക്കെ എന്ത് ചെയ്തു, പുള്ളി നേരത്തെ എന്ത് ചെയ്തു? പ്രെഡിക്റ്റ് ചെയ്തു. അതിന്റെ പ്രോപ്പർട്ടീസും പ്രെഡിക്റ്റ് ചെയ്തു. പേരറിയത്തില്ല, പോരെ എലമെന്റ് ഞാൻ കണ്ടുപിടിച്ചെങ്കിൽ അത് പേര് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി? അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്, പേരിടുന്ന ഒരു ഇതും കൂടെ ഉണ്ട്. അത് ഞാൻ പഠിപ്പിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അതായത് ശരിക്കും ഈ 100 മുതൽ മുകളിലോട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പം ധനു ഒരു എലമെന്റ് കണ്ടുപിടിച്ചെങ്കിൽ, അതായത് ഒക്തിയം അങ്ങനെയൊക്കെയുള്ള പേരാണ് വരുന്നത്. അത് നമുക്ക് എങ്ങനെയാ, അതായത് ഒക്തിയം എന്നൊക്കെയാണ് വരുന്നത്. പിന്നെ എന്താണ് ഉനിയം എന്നൊക്കെ പറഞ്ഞാണ് എലമെന്റുകളുടെ 100 മുതൽ മുകളിലോട്ടുള്ള ആൾക്കാരുടെ പേരിടുന്നത്. കാരണം എന്താ അറിയോ, 100 മുതൽ മുകളിലോട്ടുള്ള ആൾക്കാരുടെ എലമെന്റുകളെ കണ്ടുപിടിക്കുന്നത് മിക്കവാറും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഒക്കെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പൊ ധനു കണ്ടുപിടിക്കുന്ന എലമെന്റ് തന്നെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? അപ്പൊ ധനു ആണെങ്കിൽ ആ എലമെന്റിന് ധനു എന്നും പേരിടും, ഞാൻ വിശാൽ എന്നും പേരിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിയും. കാരണം എന്താ, രണ്ടും ഒരേ സാധനം തന്നെ. അപ്പൊ എന്ത് ചെയ്തു, ഈ IUPAC എന്ന് പറഞ്ഞൊരു കൗൺസിൽ ഉണ്ട്. ധനു കണ്ടുപിടിച്ച സാധനം എന്ത് ചെയ്യണം, ധനു അവർക്ക് അയച്ചു കൊടുക്കണം. ഞാൻ കണ്ടുപിടിച്ച സാധനം അവർ അയച്ചു കൊടുക്കും. അപ്പം അവർ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യും.
ആരുടെ പ്രോപ്പർട്ടിയാണ് കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ ഈ പറഞ്ഞ അത് പഠിച്ചിട്ട് അവരുടെ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യും. അതുവരെ അവരെന്ത് ചെയ്യും, അവർ അതിനൊരു ഡെമ്മി പേര്, അതാണ് ഈ ഉണ്ണുണ്ണൊത്തിയം ഉനിയം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നെയിം ചെയ്യുന്നത്, അത് 2 മാർക്കിന് എപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്നല്ലേ 1 മാർക്കിന് ഈ ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതും നമുക്ക് പഠിക്കാം, അടുത്ത ക്ലാസ്സിലായിക്കോട്ടെ. അപ്പൊ ഇത് നോക്കിയോ, അടുത്ത ഈ ഒരു കാര്യം കൂടെ എഴുതിയിട്ട് ഏതാ ഒരു പ്രോപ്പർട്ടിയും കൂടെ എഴുതിക്കോ. ഹി കുഡ് നോട്ട് give exact position for isotopes. അതെന്തുണ്ട് ഐസോടോപ്സ് എന്ന് പറയാൻ പൊസിഷൻ കൊടുക്കാതെ? പുള്ളി എന്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നു പറഞ്ഞേ? മാസ് നമ്പർ. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ സെയിം മാസ് നമ്പർ ഡിഫറൻറ്റും ആയിട്ടുള്ള ആൾക്കാരാണ്. ആണോ? അങ്ങനല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഹൈഡ്രജൻ എത്ര ഐസോടോപ്പ്? അതിന്റെ ഹൈഡ്രജൻ ഒരു ഐസോടോപ്പേ ഉള്ളൂ. പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം. H11, H12, H13. ഇപ്പൊ മാസ് നമ്പർ ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 ഐസോടോപ്പ് ഇവിടെ കാണിക്കണ്ടേ? ഇല്ലേ? ആണോ? അത് ഇനി ലിഥിയത്തിന് 2 ഐസോടോപ്പ് ഉണ്ട്, ബെർലിയത്തിനുണ്ട്, ബോറോണും, കാർബണും, നൈട്രജനും, ഓക്സിജനും, ഫ്ലൂറിനും, സോഡിയത്തിന്, മഗ്നീഷ്യത്തിന്, അലുമിനിയം, ഇതിന് എല്ലാ ഐസോടോപ്പ് ഉണ്ട്. ആ ഐസോടോപ്പുകളൊക്കെ ഇവിടെ കാണിക്കണ്ടായിരുന്നു. കാരണം പുള്ളി എഴുതിയിരിക്കുന്നത് എന്തുവാ? മാസ് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ആ ഐസോടോപ്പുകളുടെ ഒന്നും വ്യക്തമായിട്ടുള്ള ഒരു ഇത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പുള്ളിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. ഓക്കെ ആണല്ലോ? അപ്പൊ ഐസോടോപ്പിനും എന്താണ്, പക്ഷെ ആറ്റോമിക് നമ്പർ അനുസരിച്ച് എഴുതുമ്പോൾ ആ മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ? മാസ് നമ്പർ 1 ഒരാളേ ഉള്ളൂ, ആരെ? ഹൈഡ്രജൻ. അത് ഹൈഡ്രജന്റെ ഐസോടോപ്പ് 3 ഐസോടോപ്പിന്റെ മാസ് നമ്പർ ആറ്റോമിക് നമ്പർ എന്ത് തന്നെയാണ്? 1 തന്നെ. അപ്പൊ പിന്നെ 3 ആയിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായി? അപ്പൊ അതാണ് ആറ്റോമിക് നമ്പർ ആയിട്ട് എഴുതുന്നതിന്റെ ഗുണം. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു ടോപ്പിക് കൂടെ ഉണ്ടോ എന്ന് നോക്കാം, എഴുതണം. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ഈ പീരിയോഡിക് ടേബിളിൽ താഴെ തന്നിരിക്കുന്ന 2 ആൾക്കാരല്ലേ അവിടെ? 2 സെറ്റ് ആൾക്കാർ, 10 പേരുണ്ട്, 10, 20 പേര്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, മോഡേൺ പീരിയോഡിക്കിലോ അടുത്ത ദിവസം പഠിപ്പിക്കാം. മാക്സിമം ഒരു 3 ക്ലാസ്, ഇന്നും നാളെ മറ്റന്നാളെയും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, കാരണം ഇതിനകത്ത് കുറച്ച് പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും, അതേ ചോദിക്കുള്ളൂ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയാൽ മതി, അത് തന്നെ ചോദിക്കും. ഓക്കെ, അപ്പം ഇത്ര എഴുതി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഏതാ?